പ്രഭാഷകൻ്റെ പുസ്തകം 43-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ. 43-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? 33. 43-ാം അധ്യായത്തിൽ എത്ര ഹെഡിങ്ങുകളുണ്ട്? 43-ാം അധ്യായത്തിന് ഹെഡിങ്ങുകൾ ഇല്ല. 43-1 സ്വർഗീയ ഔന്നത്യത്തിൻ്റെ അഭിമാനം എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? തെളിഞ്ഞ ആകാശവിധാനത്തെക്കുറിച്ച്. തെളിഞ്ഞ ആകാശവിധാനത്തെക്കുറിച്ച് 43-1 പറയുന്നത് എന്താണ്? സ്വർഗീയ ഔന്നത്യത്തിൻ്റെ അഭിമാനം. സ്വർഗത്തെക്കുറിച്ച് 43-1 പറയുന്നത് എന്ത്? എത്ര മഹനീയ ദൃശ്യമാണ്. ഉദിച്ചുയരുന്ന സൂര്യൻ പ്രഘോഷിക്കുന്നത് എന്ത്? അത്യുന്നതൻ്റെ സൃഷ്ടി എത്ര വിസ്മയാവഹമാണ്. അത്യുന്നതൻ്റെ സൃഷ്ടി എത്ര വിസ്മയാവഹമാണെന്ന് പ്രഘോഷിക്കുന്നത് എന്ത്? ഉദിച്ചുയരുന്ന സൂര്യൻ. സൂര്യൻ ചെയ്യുന്ന ഏത് കാര്യമാണ് 43-3 പറയുന്നത്? മധ്യാഹ്നത്തിൽ അത് ഭൂമിയെ വരട്ടുന്നു. അതിൻ്റെ അത്യുഗ്രമായ ചൂട് സഹിക്കാൻ ആർക്ക് കഴിയും എന്ന് 43-3 പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? സൂര്യനെക്കുറിച്ച്. എരിയുന്ന ചൂടിൽ ജോലി ചെയ്യുന്ന ആരെക്കുറിച്ചാണ് 43-4 പറയുന്നത്? ചൂള ജ്വലിപ്പിക്കുന്നവനെക്കുറിച്ച്. സൂര്യൻ എങ്ങനെയാണ് പർവ്വതങ്ങളെ ദഹിപ്പിക്കുന്നത് എന്നാണ് 43-4 പറയുന്നത്? ചൂള ജ്വലിപ്പിക്കുന്നതിനേക്കാൾ 3 ഇരട്ടി ചൂടിൽ. സൂര്യൻ എന്ത് ചൊരിയുന്നു എന്നാണ് 43-4 പറയുന്നത്? അഗ്നിശരങ്ങൾ. സൂര്യൻ എങ്ങനെ കണ്ണഞ്ചിപ്പിക്കുന്നു എന്നാണ് 43-4 പറയുന്നത്? ഉജ്ജ്വല രശ്മികൾ കൊണ്ട്.